സുലൈമാൻ ലിയോയോട് പറയുന്നു, താങ്കളുടെ പെയിൻറ്റിങ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലിയോ, താങ്കൾ വളരെ അനുഗ്രഹീതനായൊരു കലാകാരനാണ്. ഹുറം നിസ്സഹായിയായി ലിയോയെ നോക്കി. അങ്ങേക്ക് എൻ്റെ പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഹുറം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ചുമയ്ക്കുന്നു. സുലൈമാൻ അവളെ തിരിഞ്ഞു നോക്കി. വാലിദ സുൽത്താനയും ശ്രദ്ധിച്ചു. ലിയോയും ഇബ്രാഹിമും എല്ലാവരും അവളെ തന്നെ നോക്കി. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് കുറച്ച് വെള്ളം കൊടുക്ക്. ഹുറം, നീ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്ക്, എല്ലാം ശരിയാവും, വാലിദ സുൽത്താന പറഞ്ഞു. എന്തു പറ്റി ഹുറം? നിനക്ക് പാടില്ലേ? ഞങ്ങളെ വെറുതെ വിഷമിപ്പിക്കല്ലേ ഹുറം. എൻ്റെ നെഞ്ച് വേദന എടുക്കുന്നു, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ലിയോ അവളെ നോക്കി. ഫിസിഷ്യനെ വിളിക്ക്, സുലൈമാൻ പറഞ്ഞു. വേണ്ട, ഇത് ശരിയായിക്കോളും, ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. ഹുറം എണീറ്റ് പോയി. മാഹി ദേവരൻ സംശയിച്ച് നോക്കുന്നു. വാലിദ, ഞാൻ പോയി ഹുറത്തെ നോക്കിയിട്ട് വരാം, ഹദീജ പറഞ്ഞു. ശരി, പോയിട്ട് വാ. റൂമിലേക്ക് എത്തിയ ഹുറം ലിയോയെ ഓർത്തു. അവൾ തലകറങ്ങി വീണു. ഹദീജ വന്ന് പിടിച്ചു. ഹുറം, ഹദീജ തട്ടി വിളിച്ചു. കണ്ണു തുറന്ന ഹുറം പറയുന്നു, അവൻ ഇവിടെ എത്തി. ഹുറം. ഹുറം ഹദീജ സുൽത്താനയുടെ കയ്യിൽ പിടിച്ചു. ഞാൻ ഫിസിഷ്യനെ വിളിക്കാം. വേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ എണീറ്റു. സുലൈമാൻ ലിയോയോട് പറയുന്നു, ലിയോ, താൻ ഇവിടെ ഇപ്പോൾ കുറച്ചായില്ലേ? താൻ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ലിയോയ്ക്ക് ഇവിടെ കുറച്ചുകൂടി ജോലി കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഇൻക്യാരം, ഇബ്രാഹിം പറഞ്ഞു. ഇൻക്യാരം, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പെയിൻറ്റിങ് തീർന്നാൽ പിന്നെ തിരികെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. താൻ ഇതുവരെ എൻ്റെ പെയിൻറ്റിങ് വരച്ചില്ലല്ലോ. ഇപ്പോഴെന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി, ഇനി അത് താമസിപ്പിക്കണ്ട, സുലൈമാൻ പറഞ്ഞു. വാലിദ, ഞാൻ ഹദീജ സുൽത്താനെ ഒന്ന് നോക്കിയിട്ട് വരാം, മാഹി ദേവരാൻ ചോദിക്കുന്നു. ശരി, നീ ചെന്ന് നോക്ക്, എന്താ അവർ വൈകുന്നതെന്ന്. മാഹി ദേവരാൻ പോകുന്നു. ഹുറം കരയുന്നത് കണ്ട ഹദീജ ശ്രദ്ധിക്കുന്നു. ഹുറം, എന്തു പറ്റി? പെട്ടെന്നെന്താ നിനക്ക് സംഭവിച്ചത്? ഒന്നുമില്ല സുൽത്താന, ഞാൻ ഓക്കെയാണ്. കരയുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തിനാ നീ കരയുന്നത്? ഹുറം ആലോചിക്കുന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു ബുദ്ധിമുട്ട്. നെഞ്ചിലെന്തോ കുടുങ്ങിയതുപോലെ തോന്നുന്നു. ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല. കരയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. മാഹി ദേവരാൻ ഡോറിൽ വന്ന് അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ് സുൽത്താന. എനിക്ക് നിങ്ങളോട് ഒളിപ്പിക്കാനൊന്നുമില്ല. എന്താണെങ്കിലും പറയൂ ഹുറം. ഇൻക്യാരത്തിന് എന്നോടുള്ള സ്നേഹവും അടുപ്പവും കണ്ട് അവർ ഇനിയും എന്നെ ഉപദ്രവിക്കുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. അവർ എന്നെപ്പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞു നടക്കുമോ എന്നൊക്കെ പേടിയുണ്ട്. ഇൻക്യാരത്തിന് നിന്നെ വിശ്വാസമല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അത് ശരിയാ, പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. നീ ഭയങ്കര സെൻസിറ്റീവാണ് ഹുറം. വെറുതെ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. മാഹി ദേവരാൻ അങ്ങോട്ട് കയറി വരുന്നു. ഹുറം മുഖം തിരിച്ചു. സുൽത്താന, വാലിദ സുൽത്താന നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ വരികയാണ്, വാ നമുക്ക് പോകാം ഹുറം. നിങ്ങൾ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം, ഹുറം നോക്കാതെ പറഞ്ഞു. അവർ പോയപ്പോൾ ഹുറം കരയുന്നു. ഇബ്രാഹിം സുലൈമാനോട് പറയുന്നു, ഇൻക്യാരം, അങ്ങയെ സൽക്കരിക്കാനായത് വലിയ ഭാഗ്യമായി കരുതുന്നു. ഇവിടെ വരാനായതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇബ്രാഹിം. പക്ഷെ നീ വാലിദയെ കുറച്ചുകൂടി പരിഗണിക്കണം. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ ക്ഷമിക്കണം സുൽത്താന, ഇബ്രാഹിം പറഞ്ഞു. ഒരു തെറ്റും ഉണ്ടായിട്ടില്ല മോനെ. നിങ്ങൾ എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രം കണ്ടാൽ മതി എനിക്ക്, ഇബ്രാഹിം തല കുമ്പിട്ടു. വാലിദ സുൽത്താന സുലൈമാനെ നോക്കി. ഹദീജയും മാഹി ദേവരാനും അങ്ങോട്ട് വന്നു. ഹുറത്തെ കാണാതിരുന്നതിനാൽ ലിയോ തിരിഞ്ഞു നോക്കി. ഹുറത്തിന് എങ്ങനെയുണ്ട് ഹദീജ? പേടിക്കാനൊന്നുമില്ല ഇൻക്യാരം, അവൾ ഓക്കെയാണ്, കുറച്ച് കഴിഞ്ഞ് വരും. മാഹി ദേവരാൻ നോക്കുന്നു. ലിയോയും ശ്രദ്ധിച്ചു. ഹുറം ലിയോയെ ഓർത്ത് വീണ്ടും കരയുന്നു. ഇല്ല, ഇതൊരു സ്വപ്നമാണ്. ലിയോ മരിച്ചുപോയി, ഹുറം സ്വയം പറഞ്ഞു. എന്നിട്ട് കണ്ണു തുടയ്ക്കുന്നു. എന്നിട്ട് ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഹുറം? പ്രശ്നമൊന്നുമില്ല ഇൻക്യാരം. കഴിക്ക്, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. മാഹി ദേവരാനും ഇബ്രാഹിമും ശ്രദ്ധിച്ചു. ഇബ്രാഹിം, ലിയോയോട് നാളെ പാലസിലേക്ക് വരാൻ പറ. അങ്ങയുടെ ചിത്രം വരയ്ക്കാനാണോ? അതെ, ഞാനും ഹുറവും ഒരുമിച്ചുള്ള ഒരു ചിത്രം വരപ്പിക്കണം. മാഹി ദേവരാൻ നോക്കുന്നു. സുലൈമാൻ ലിയോയെ നോക്കി പറയുന്നു, ലിയോയ്ക്ക് ഞങ്ങളുടെ വളരെ നല്ലൊരു ചിത്രം വരയ്ക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നല്ല ചിത്രം വരച്ചു തരാം ഇൻക്യാരം. ഹുറവും മാഹി ദേവരാനും വാലിദ സുൽത്താനയും അസ്വസ്ഥരായി. നിനക്ക് പോകാം ലിയോ, സുലൈമാൻ പറഞ്ഞു. ലിയോ ഹുറത്തെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു. അവളും നോക്കി. ഹുറം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ഗുൽനിഹാൽ വന്ന് പറയുന്നു, ഹുറം, നീ സ്വപ്നം കണ്ടതാ, പേടിക്കണ്ട. ഹുറം തലയാട്ടി. നീ ലിയോ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ലിയോയോ? ഏത് ലിയോ? എനിക്കറിയില്ല. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിന്റെ ഗ്രാമത്തിലെ ലിയോയെപ്പറ്റി നീ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു, പക്ഷേ ടറ്റാസ് കൊള്ളക്കാർ അവനെയും കൊന്നു കളഞ്ഞുവെന്ന്. ഹുറം തലയാട്ടി. അതെ, അവനെ കൊന്നുകളഞ്ഞു. ചിലപ്പോൾ നീ അത് സ്വപ്നം കണ്ടതാവും. ഹുറം തലയാട്ടി. നീ ചെന്ന് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ. ഗുൽനിഹാൽ എണീറ്റ് പോകുന്നു. മാത്രാച്ചിയും ലിയോയും നടന്നു വരുന്നു. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കിവിടെ ഒരാളെ കണ്ടൊരു സാധനം കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാലസിലേക്ക് പോകാം. പാഷയുടെ പാലസിലേക്കാണോ? അതെ, ലിയോ ആലോചിക്കുന്നു.
ലിയോ, കഴിഞ്ഞ 2 ദിവസമായി തൻ്റെ സ്വഭാവം ആകെ മാറി. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഇല്ല, എന്തോ ഉണ്ട്. അവർ നടന്നു. അവിടെ ഇരുന്ന് 2 പേരോട് ചോദിക്കുന്നു. ഞാൻ ഫോർട്ടൂണ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആൻ്റോണിയോയെ അന്വേഷിച്ച് വന്നതാണ്. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ദേ, ആ ഇരിക്കുന്ന തൊപ്പിക്കാരനെ കണ്ടോ? അയാളാണ് ക്യാപ്റ്റൻ ആൻ്റോണിയോ. താങ്ക് യു. ഹായ്, നിങ്ങളാണോ ക്യാപ്റ്റൻ ആൻ്റോണിയോ? നിങ്ങളാരാണ്? എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? വിക്ടോറിയ പറഞ്ഞിട്ട് വന്നതാണ്. വിക്ടോറിയയോ? അയാൾ എണീറ്റ് നിന്നു. അതെ, ഇത് അവൾ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ആൻ്റോണിയോ അത് വാങ്ങി. വിക്ടോറിയ വീട്ടിലെ വിശേഷങ്ങളൊന്നും അറിയാതെ വിഷമത്തിലാണ്. നിങ്ങൾ ഈ ലെറ്റർ അവളുടെ അങ്കിളിന് കൊടുക്കണം. ശരി, ഇതിന് മറുപടി തന്നാൽ ഞാൻ എങ്ങനെ അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കും? വലിയ മാർക്കറ്റിൽ ചെന്ന് മാത്രാച്ചി എവിടെയെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അവരെന്നെ കാണിച്ചു തരും. ശരി, അവളോട് വിഷമിക്കരുതെന്ന് പറയണം. ഓക്കെ, താങ്ക് യു. മാത്രാച്ചി ലിയോയെയും വിളിച്ചുകൊണ്ട് പോകുന്നു. ആൻ്റോണി ആ ലെറ്റർ പൊട്ടിച്ചു വായിച്ചു. ബഹുമാനപ്പെട്ട കിങ് ലൂയിസിന്, സുൽത്താൻ സുലൈമാൻ്റെ സഹോദരി ഹദീജയും ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷയുമായുള്ള വിവാഹം കഴിഞ്ഞു. എന്നെ ഇപ്പോൾ അവരുടെ പാലസിലേക്ക് കൊണ്ടുവന്നു. സുൽത്താൻ സുലൈമാൻ്റെ പാലസിലേക്ക് പോകാനുള്ള അവസരങ്ങൾ കുറവാണ്. പക്ഷേ സുലൈമാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അയാളുടെ ജീവൻ എടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇബ്രാഹിം ഹദീജയോട് പറയുന്നു. സുൽത്താന, ഞാൻ എന്നും രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ സുന്ദരമായ മുഖമാണ് കാണുന്നത്. ഈ ഭാഗ്യവും സന്തോഷവും എക്കാലവും നീണ്ടു നിൽക്കണമെന്നതാണ് അള്ളാഹുവിനോടുള്ള എൻ്റെ പ്രാർത്ഥന. ഹദീജ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആലോചിച്ചിട്ട് പറയുന്നു. ഹുറം ഇന്നലെ എന്നോട് പറഞ്ഞു. ഇബ്രാഹിമിൻ്റെ മുഖം മാറി. എന്നിട്ട് നോക്കുന്നു. ആരെങ്കിലും അപവാദങ്ങൾ പറഞ്ഞ് അവളെയും ഇൻക്യാരത്തെയും തമ്മിൽ അകറ്റുമോ എന്ന് പേടി തോന്നുന്നുവെന്ന്. ഇബ്രാഹിം ചിരിച്ചു. അവളുടെ മനസ്സിപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനാവുന്നുണ്ട്. സുൽത്താന, ഹുറം ഹാത്തുവിൻ്റെ പേടി അവൾ ജീവിക്കുന്ന കാലത്തോളം മാറാൻ പോകുന്നില്ല. അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അവൾ പഠിച്ചോളും. പക്ഷേ സുൽത്താനയെ സന്തോഷത്തോടെ വയ്ക്കാൻ ഞാൻ എൻ്റെ ജീവൻ പോലും ത്യജിക്കാൻ ഒരുക്കമാണ്. ഹദീജ ചിരിച്ചു. താങ്ക് യു ഇബ്രാഹിം. ഞാൻ ഇന്ന് ഷെഹസാദ് മുസ്തഫയെ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന് സന്തോഷമാവും. സുലൈമാൻ ബാൽക്കണിയിൽ വന്ന് നോക്കി നിൽക്കുന്നു. മാഹി ദേവരാനും ബാൽക്കണിയിലേക്ക് വന്നു. അവൾ സുലൈമാനെ നോക്കുന്നു. സുൽത്താന, ഇന്നാണോ ആ പെയിൻറ്റർ വരുന്നത്? മാഹി ദേവരാൻ തലയാട്ടി. ഹുറത്തിൻ്റെ ഡിമാൻഡുകൾ ഒരിക്കലും അവസാനിക്കില്ല. സുൽത്താന, നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ കൊല്ലുന്ന കാര്യം മാത്രം എന്നോട് പറയരുത് ഗുൽഷ. ഇല്ല സുൽത്താന, ഞാൻ അവളെ കൊല്ലാൻ പോകുന്നില്ല. പിന്നെ ഹദീജ സുൽത്താന ഇവിടുന്ന് പോയില്ലേ? ഈ വലിയ റൂമിലേക്ക് മാറിക്കൂടെ സുൽത്താനയ്ക്ക്? ഇവിടെ നിന്നാൽ എല്ലാം അറിയാനാവും, കാഴ്ചകളും കാണാം. മാഹി ദേവരാൻ ചിരിക്കുന്നു. ഹുറം ഗുൽനിഹാലിനോട് പറയുന്നു. ഗുൽനിഹാൽ, ഞാൻ ഇൻക്യാരത്തിനടുത്തേക്ക് പോകുന്നു. ഹുറം, ഗുൽനിഹാൽ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഒരു പെയിൻറ്റർ വന്ന് നിൻ്റെയും ഇൻക്യാരത്തിൻ്റെയും ചിത്രം വരയ്ക്കാൻ പോകുന്നുവെന്ന് കേട്ടു. ഇത്ര പെട്ടെന്ന് ഇത് എവിടെ നിന്ന് കേട്ടു? ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. ഈ പാലസിൽ ആർക്കും ഒരു പ്രൈവസിയുമില്ല. ഹുറം പറഞ്ഞുകൊണ്ട് പോയി. മാത്രാച്ചിയും ലിയോയും മെയ്താൻ പാലസിലേക്ക് എത്തി. മാത്രാച്ചി വന്നിട്ടുണ്ടെന്ന് ഇബ്രാഹിം പാഷയോട് പറയൂ, അയാൾ ഒരു ഗാർഡിനോട് പറഞ്ഞു. സാദിക അതുവഴി വന്നു. സാദിക ഹാത്തൂൻ, ഒന്ന് വന്നേ. അവൾ ചുറ്റും നോക്കിയിട്ട് ചെല്ലുന്നു. ആ ലെറ്റർ കൊടുത്തോ നസ്സു എഫൻഡി? ആ ലെറ്റർ? അവൾ ആകാംക്ഷയോടെ നോക്കി. കൊടുത്തു. ഞാൻ അയാളെ കണ്ടുപിടിച്ച് കൊടുത്തു. വിഷമിക്കണ്ട, എത്തിച്ചോളാം എന്ന് പറഞ്ഞു അദ്ദേഹം. വളരെ നന്ദിയുണ്ട് നസ്സു എഫൻഡി. അയാൾ തലയാട്ടി. ഈ സഹായത്തിന് ഞാൻ എന്താണ് അങ്ങേക്ക് തിരിച്ചു ചെയ്യുക? നിങ്ങളുടെ ഈ ചിരി കണ്ടാൽ മാത്രം മതി എനിക്ക്, മറ്റൊന്നും വേണ്ട. അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഇബ്രാഹിമും ഹദീജയും ചുംബിക്കാൻ തുടങ്ങുമ്പോൾ ഗാർഡ് വന്ന് ഡോറിൽ കൊട്ടി. വന്നോളൂ, ഇബ്രാഹിം പറഞ്ഞു. ഇബ്രാഹിം പാഷ, മാത്രാച്ചി നസ്സു എഫൻഡിയും പെയിൻറ്റർ ലിയോയും അങ്ങയെ കാണാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറ. അയാൾ പോയി. ഇബ്രാഹിം ജനലിലൂടെ നോക്കുന്നു. വരൂ സുൽത്താന, നോക്ക്, നമ്മുടെ മാത്രാച്ചിക്ക് സാദിക ഹാത്തൂനോട് പ്രേമം. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് പ്രശ്നമാക്കേണ്ട സുൽത്താന. മാത്രാച്ചിയാണ് സാദികയെ എൻ്റെ അടുത്ത് എത്തിച്ചത്. അവൾ പരിക്ക് പറ്റി റോഡിൽ കിടക്കുകയായിരുന്നു. സുൽത്താന, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കണമെന്നുണ്ട്. ഇബ്രാഹിം, നിനക്കതാണ് താല്പര്യമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അവർ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ പിന്നെ എതിര് പറയേണ്ടതില്ല. ഞാൻ ഒരിക്കലും സ്നേഹത്തിനെതിരല്ല. അവർ ചുംബിക്കുന്നു. ഇബ്രാഹിം പുറത്തേക്ക് വന്നപ്പോൾ അവർ കുമ്പിട്ടു. ഗുഡ് മോർണിംഗ് മാത്രാച്ചി. ഗുഡ് മോർണിംഗ് പാഷ. ലിയോ, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ, നമുക്ക് പോകാം. ഇൻക്യാരത്തിൻ്റെ പാലസിലേക്കാണോ? അതെ. ഇബ്രാഹിം നടന്നു. അവരും പുറകെ പോയി. ഹുറം സുലൈമാനെ കാണാനെത്തുന്നു. അയാളെ കുമ്പിട്ടു. സ്വാഗതം എൻ്റെ സുൽത്താന. ഇരിക്ക്. ഇപ്പോൾ എങ്ങനെയുണ്ട്? വയറുവേദന മാറിയോ? ഇപ്പോൾ പ്രശ്നമില്ല. എന്തിനാ വന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? എൻ്റെ സുൽത്താനെ കാണാൻ എനിക്ക് 1000 കാരണങ്ങളുണ്ട്. എനിക്ക് അങ്ങയെ മിസ് ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലേ? ഹുറം ഒന്ന് ആലോചിച്ചു. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമില്ലേ? ഇപ്പോൾ എനിക്കത് വേണമെന്ന് തോന്നുന്നില്ല. എന്തുപറ്റി? നിനക്കത് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നല്ലോ.
വാലിദയ്ക്ക് അത് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വാലിദയെ പിണക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഈ പെയിൻറ്റിങ് വേണം. സുലൈമാൻ എണീറ്റിട്ട് അവളെയും എണീപ്പിച്ചു. എന്നിട്ട് ചുംബിക്കുന്നു. ഇപ്പോൾ ചെന്ന് പെയിൻറ്റിങ്ങിന് റെഡിയാവൂ. ഹുറം ഒന്നും പറയാനാവാതെ പോകുന്നു. ഒരിക്കൽ കൂടി അയാളെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പോയി. മാഹി ദേവരാനും ഷehസാദും മുസ്തഫയും വാലിദ സുൽത്താനയെ കാണാനെത്തി. മുസ്തഫ വാലിദ സുൽത്താനയെ ഹഗ് ചെയ്തു. എൻ്റെ സിംഹക്കുട്ടി വലുതായി. ഇപ്പോൾ പട്ടാള ക്യാമ്പിൽ ചെന്ന് വാൾപ്പയറ്റ് പരിശീലിക്കാനൊക്കെ ആയല്ലേ? അതേ സുൽത്താന, ഞാൻ ഇനി മുതൽ മരവാളല്ല, ശരിക്കുമുള്ള വാളാണ് ഉപയോഗിക്കുക. ഇബ്രാഹിം പാഷ പറഞ്ഞത് അതിന് കനം കൂടുതലാണെന്നാണ്. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, ഞാനത് ഈസിയായി പോക്കും. തീർച്ചയായും നിനക്ക് പറ്റും മുസ്തഫ. നീയും നിന്റെ പൂർവികരെ പോലെ നല്ല യോദ്ധാവാവും. അവർ അവനെ വീണ്ടും ഹഗ് ചെയ്തു. വാലിദ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, മാഹി ദേവരാൻ പറഞ്ഞു. പറഞ്ഞോ മാഹി ദേവരാൻ. ഞാൻ ആദ്യം മുസ്തഫയെ വിട്ടിട്ട് വരാം. ശരി, നിന്റെ സൗകര്യം പോലെ വന്നാൽ മതി. അവർ കുമ്പിട്ടിട്ട് പോയി. ഇബ്രാഹിമും സുലൈമാനും സംസാരിക്കുന്നു. ഇബ്രാഹിം, മുസ്തഫ നീ വരാൻ കാത്തിരിക്കുകയാണ്. ഞാൻ അവന് വേണ്ടി ഒരു കാഫ്റ്റൻ തയ്പ്പിച്ചിട്ടുണ്ട്. അവനെ അത് ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോ. ഇബ്രാഹിം തല കുമ്പിട്ടു. ഇൻകാരം, ഷehസാദ് മുസ്തഫയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ട്. സുലൈമാൻ ശ്രദ്ധിച്ചു. പട്ടാള ക്യാമ്പിൽ ചെന്ന അഭ്യാസങ്ങളൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അവൻ ക്ലാസ്സിൽ പോകാൻ മടി കാണിക്കുമോ? അല്ലെങ്കിൽ തന്നെ ഷehസാദിന് ക്ലാസ്സിൽ പോകാൻ വലിയ താല്പര്യമില്ല. പരിശീലനമൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിന് പോകണമെന്നത് മാത്രമാണ് ഷehസാദിൻ്റെ ആഗ്രഹം. അങ്ങേക്ക് എന്ത് തോന്നുന്നു? അത് കുഴപ്പമില്ല, അവൻ പഠിച്ചോളും. ഇബ്രാഹിം തല കുമ്പിട്ടു. ഷehസാദ് മുസ്തഫയോടുള്ള നിന്റെ ഇഷ്ടം എനിക്ക് നന്നായി അറിയാം ഇബ്രാഹിം. പക്ഷേ മറ്റ് ഷehസാദുമാരെ പറ്റി നീ മറന്നു പോകരുത് ഇബ്രാഹിം. അവൻ്റെ താഴെ ഷehസാദ് മുഹമ്മദും ഷehസാദ് സെലിമും ഉണ്ട്. ഇൻകാരം, ഷehസാദുമാരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി മരിക്കാനും എനിക്ക് മടിയില്ല. ഈജിപ്തിൽ നിന്നും ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡിയുടെ ലെറ്റർ എന്തെങ്കിലും വന്നിരുന്നോ? അഹമ്മദ് പാഷയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങയുടെ ഉത്തരവ് ഞാൻ അവരെ അറിയിച്ചിരുന്നു. അവിടെ നിന്നുള്ള റിപ്പോർട്ട് താമസിയാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻകാരം. സുലൈമാൻ തലയാട്ടി. അഹമ്മദ് പാഷയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ നല്ലത്. ഈജിപ്ത് അവഗണിക്കാനാവില്ല. അഹമ്മദ് പാഷയുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. 23 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഈജിപ്ത്. എല്ലാവരും അഹമ്മദ് പാഷയെ കുമ്പിട്ട് നിൽക്കുന്നു. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡിയും ഉണ്ടായിരുന്നു. അഹമ്മദ് പാഷ അയാളെ ഒന്ന് നോക്കി. മറ്റൊരാൾ പറയുന്നു, ഇന്നത്തെ പോലെ കെയ്റോയിലെ എല്ലാ മോസ്കുകളിലും ഈജിപ്തിലെ പുതിയ സുൽത്താൻ അൽ മെലിക്കുൽ മൻസൂർ സുൽത്താൻ അഹമ്മദ് ഖാൻ്റെ നാമത്തിൽ ഖുതബിന് തുടക്കം കുറിച്ചു. അഹമ്മദ് പാഷ എല്ലാവരെയും നോക്കുന്നു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ ഖുതബിന് ശേഷം പള്ളിയിലുണ്ടായിരുന്ന മതപുരോഹിതരുടെയും വിശ്വാസികളുടെയും പ്രതികരണം എങ്ങനെയായിരുന്നു? അവർ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് പള്ളിയിൽ പ്രാർത്ഥന നടത്തി. അതിനാൽ അങ്ങയുടെ താല്പര്യം പോലെ ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും എൻ്റെ സുൽത്താൻ. നല്ലത്. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി ശ്രദ്ധിക്കുന്നു. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി, ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ ഇത് അറിയിച്ചോളൂ. അങ്ങയുടെ ആഗ്രഹം പോലെ ചെയ്യാം. നമ്മുടെ പുതിയ കോയിൻസൊക്കെ റെഡിയാണോ? എൻ്റെ സുൽത്താൻ, നമ്മുടെ പണിക്കാർ കഠിന പ്രയത്നം ചെയ്ത് അങ്ങ് പറഞ്ഞ കോയിൻസ് ഇന്നത്തെ ഈ വിശേഷ ദിവസം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങ് നിർദ്ദേശിച്ചതുപോലുള്ള അടയാളങ്ങളോട് കൂടിയുള്ള ഗോൾഡ് കോയിൻസ് അങ്ങേക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദ് പാഷ തലയാട്ടി. ഒരു ഗാർഡ് വന്ന് കാണിക്കുന്നു. അയാൾ അതെടുത്ത് നോക്കി. ഖജനാവിലെ സുൽത്താൻ സുലൈമാൻ്റെ കോയിൻസ് ഉരുക്കിയല്ലേ ഇത് പണിതിട്ടുള്ളത്? അതേ സുൽത്താൻ. വളരെ നല്ലത്. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി അസ്വസ്ഥനായി. അയാളുടേതായ എല്ലാം ഞാൻ ഈജിപ്തിൽ നിന്നും ഇല്ലാതാക്കും. ഈജിപ്തിൻ്റെ മുക്കിലും മൂലയിലും നമ്മുടെ പുതിയ പതാക പാറിപ്പറക്കും. 2 വാളുകളുടെ ചിത്രത്തോടു കൂടിയ ചുമന്ന പതാകയാവും എൻ്റേത്. അതെൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്ന വാളുകളാവും. അയാൾ തല കുമ്പിട്ടു. അങ്ങ് എപ്പോഴാണ് ആളുകളെ കാണുന്നത്? അവർ അങ്ങയെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ അങ്ങയോട് പറയാനും ആഗ്രഹം പ്രകടിപ്പിച്ചു. അഹമ്മദ് പാഷ അയാളെ നോക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ താൻ പോയി കേട്ടാൽ മതി. അതിനാണ് തന്നെ ഞാൻ എൻ്റെ ഗ്രാൻഡ് വിസിയറാക്കി നിയമിച്ചിരിക്കുന്നത്. അയാൾ തല കുമ്പിട്ടു. അഹമ്മദ് പാഷ എല്ലാവരെയും നോക്കുന്നു. സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു, അഹമ്മദ് പാഷയുടെ കാര്യത്തിൽ എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ നമ്മളെ ചതിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റേതാകും ഇൻകാരം. ഈജിപ്ത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിൻസ് അഹമ്മദ് പാഷയെ ഏൽപ്പിച്ചത് ഞാനാണ്. അഹമ്മദ് പാഷ നിരവധി യുദ്ധങ്ങളിൽ കമാൻഡർ ഇൻ ചീഫായി ഓട്ടോമൻ സൈന്യത്തെ നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തോടുള്ള വിശ്വസ്തത തെളിയിക്കാനുള്ള പരീക്ഷണമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ പരീക്ഷ അദ്ദേഹം പരാജയപ്പെട്ടാൽ നീ തന്നെ പോയി അഹമ്മദ് പാഷയുടെ തല ഇങ്ങോട്ട് കൊണ്ടുവരണം ഇബ്രാഹിം. അല്ലാ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇബ്രാഹിം പറഞ്ഞു. സുലൈമാൻ അവനെ ഒന്ന് നോക്കി. ഇൻകാരം, എൻ്റെ കൂടെ മാത്രാച്ചിയും ലിയോയും വന്നിട്ടുണ്ട്. ഞാൻ അവരോട് മെയിൻ ഗാർഡനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങിപ്പോൾ ബിസി അല്ലെങ്കിൽ? തീർച്ചയായും പാർഗളി. ഹുറം സുൽത്താനയോട് മെയിൻ ഗാർഡനിലേക്ക് വരാൻ പറയൂ. ഇബ്രാഹിം കുമ്പിട്ടിട്ട് പോകുന്നു. ലിയോ പെയിൻറ്റിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നു. സാദികയുടെ കണ്ണ് വീണ്ടും വീണ്ടും നീലയായി വരികയാണ്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു സമുദ്രം തന്നെ ഞാൻ കാണാറുണ്ട്, മാത്രാച്ചി പറഞ്ഞു.
ലിയോയുടെ ടൂൾസ് താഴെ വീണു. അയാൾ അത് എടുത്തു വെക്കുമ്പോൾ മാത്രാച്ചി പറയുന്നു, നീ പേടിക്കണ്ട ലിയോ. ചിത്രം കുറച്ച് മോശമായാലും കൂടി വന്നാൽ ഇൻക്യാരം നിന്നെ ഇവിടുന്ന് നാടുകടത്തുമായിരിക്കും. പക്ഷേ ലിയോ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഹുറം സുൽത്താനയുടെ ചിത്രം മോശമായി വരച്ചാൽ ഒരുപക്ഷെ നിന്റെ തല പോകാനിടയുണ്ട്. മാത്രാച്ചി തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ലിയോ നിർവികാരനായി നിന്നു. ഹുറം വിഷമിച്ചിരിക്കുന്നു. നിഗാർ കാഫ അങ്ങോട്ട് വന്നു. ഹുറം സുൽത്താന, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഷേസാദ് സെലിമിന് സുഖമില്ല. ഇപ്പോൾ എനിക്ക് അവനെ വിട്ടിട്ട് വരാനാവില്ല. ഷേസാദിനെ ഗുൽനിഹാൽ നോക്കിക്കോളും, വിഷമിക്കണ്ട. സെലിമിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ, ഗുൽനിഹാൽ പറഞ്ഞു. ഇൻക്യാരം സുൽത്താനയെ മെയിൻ ഗാർഡനിലേക്ക് വിളിക്കുന്നുണ്ട്. പെയിൻറ്റർ ലിയോയും വന്നിട്ടുണ്ട്. അവർ അവിടെ സുൽത്താനെ കാത്തു വയ്ക്കുകയാണ്. ഗുൽനിഹാൽ ശ്രദ്ധിക്കുന്നു. ലിയോ? ഗുൽനിഹാൽ സംശയത്തോടെ ചോദിച്ചു. ഗുൽനിഹാൽ, നീ പോയി പിള്ളേരെ നോക്ക്, ഹുറം ദേഷ്യപ്പെട്ടു പറഞ്ഞു. ഗുൽനിഹാൽ സംശയത്തോടെ തലയാട്ടിയിട്ട് പോന്നു. നിഗാർ സംശയത്തോടെ ഹുറത്തിനെ നോക്കി. എന്തു പറ്റി? എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്? ഇൻക്യാരം നിന്നെ വിളിക്കുകയാണ്. വേഗം ചെല്ലാൻ നോക്കാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്താ? ഹരത്തിലുള്ള എല്ലാവരും നിന്റെ പെയിൻറ്റിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതേക്കുറിച്ചോർത്ത് മാഹിദേവരൻ വിഷമത്തിലാണ്. ഇൻക്യാരം അവരെ വിളിക്കാതെ നിന്നെയാണ് വിളിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. ഹുറം ചിരിക്കാൻ ശ്രമിച്ചു. ഇബ്രാഹിം അയാളുടെ ചേംബറിൽ എന്തോ നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ ഷേസാദ് മുസ്തഫയുടെ ശബ്ദം കേട്ട് ചിരിക്കുന്നു. വാലിദാ, എൻ്റെ കൈവിട്, ഞാനിപ്പോൾ കുട്ടിയല്ല, ഞാൻ തനിയെ നടന്നോളാം. ഇബ്രാഹിം അങ്ങോട്ട് ചെല്ലുന്നു. ഷേസാദ്, വാ, നമുക്ക് പോകാം. ഇപ്പോൾ തന്നെ വൈകി. ഇൻക്യാരം നിനക്കൊരു പുതിയ കാഫ്റ്റൻ തയ്ച്ചു വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് വേണം പോകാൻ. സുൽത്താൻ സുലൈമാൻ അവിടെ കാത്തു വയ്ക്കുകയാണ്. ചെല്ലു മുസ്തഫ, നിന്റെ പുതിയ കാഫ്റ്റൻ ഇട്ടിട്ട് വാ, ഞാനിപ്പോൾ വരാം. മുസ്തഫ കൂടെ വന്ന് ദാസിയുടെ കൂടെ പോകുന്നു. മാഹിദേവരാൻ ഇബ്രാഹിമിനോട് പറയുന്നു. ഇതേക്കുറിച്ചോർത്ത് താങ്കൾ ഭാവിയിൽ വിഷമിക്കാതിരിക്കട്ടെ ഇബ്രാഹിം പാഷ. സുൽത്താനയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? അവളെ ഒരിക്കൽ നമ്മൾ ഈ പാലസിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് നിങ്ങൾ തന്നെ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ നോക്കൂ എന്താ സംഭവിക്കുന്നതെന്ന്. അവർ ഒരുമിച്ച് പെയിൻറ്റിങ് വരയ്ക്കുന്നു. ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. മാത്രാച്ചിയും ലിയോയും കുമ്പിട്ട് നിന്നു. ഇന്ന് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ ഇരുന്നല്ലേ പെയിൻറ്റിങ് ചെയ്യുന്നത്? അങ്ങേക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിരിക്കാം, മാത്രാച്ചി പറഞ്ഞു. ഇവിടെ മതി, അയാൾ തലയാട്ടി. ഇൻക്യാരം, നമുക്ക് പെയിൻറ്റിങ് തുടങ്ങിയാലോ? ലിയോ ചോദിച്ചു. ഹുറം സുൽത്താന കൂടി വരാനുണ്ട്, കുറച്ചു നേരം കാത്തു നിൽക്കാം. മാഹിദേവരൻ ബാൽക്കണിയിൽ വന്ന് നോക്കുന്നു. ഹുറവും നിഗാർ കാഫയും അങ്ങോട്ട് വരുന്നു. താങ്ക് യു സുൽത്താന, നിങ്ങൾ കാരണം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റി, നിഗാർ പറഞ്ഞു. ഹുറം അസ്വസ്ഥയായിരുന്നു. സുലൈമാനും ലിയോയും സംസാരിച്ച് നിൽക്കുന്നത് അവൾ കണ്ടു. ഹുറം ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അങ്ങോട്ട് നടന്നു. മാഹിദേവരൻ അത് നോക്കി നിന്നു. ഇൻക്യാരം, അവൾ കുമ്പിട്ടു. വരൂ ഹുറം, അടുത്തേക്ക് വാ. ലിയോ ശ്രദ്ധിച്ചു. എവിടെയാണ് ഞാൻ നിൽക്കേണ്ടത് ഇൻക്യാരം? ഹുറം ചോദിച്ചു. താൻ എന്തു പറയുന്നു ലിയോ? ഇൻക്യാരം, അങ്ങിരിക്ക. സുലൈമാൻ ഇരിക്കാൻ പോകുന്നു. ലിയോ ഹുറത്തെ നോക്കി. പിന്നെ സുൽത്താന, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് നിന്നാൽ മതി. ഹുറം ലിയോയെ നോക്കിയില്ല. അവൾ അവിടെ പോയി നിന്നു. എന്നിട്ട് അയാളെ നോക്കി. ലിയോ നിർവികാരനായി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. മാഹിദേവരൻ അവരെ നോക്കി നിന്നു. സുൽത്താന, ഗുൽഷ വിളിച്ചു. മാഹിദേവരൻ ഞെട്ടിപ്പോയി. എന്താ ഗുൽഷ? സുൽത്താന, ഹദീജ സുൽത്താനയുടെ റൂമിൻ്റെ കാര്യം വാലിദ സുൽത്താനയോട് സംസാരിച്ചോ? അത് ഞാൻ പിന്നീട് സംസാരിച്ചോളാം. അങ്ങോട്ട് നോക്ക്. ഹുറം മുഴുവനായും ഇൻക്യാരത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം കാട്ടിൽ താമസിക്കുന്നു, ഒരുമിച്ചുള്ള ചിത്രം വരപ്പിക്കുന്നു. നാളെ ഹദീജ സുൽത്താനയുടെ ചേംബർ അവൾ ചോദിച്ചു വാങ്ങിയാൽ എനിക്ക് അതിശയമൊന്നുമില്ല. സുൽത്താന, നിങ്ങൾ വാലിദ സുൽത്താനയോട് ചോദിച്ച് വാങ്ങണം അത്. അവൾക്ക് നിങ്ങളോട് അസൂയയാവും. മാഹിദേവരൻ തലയാട്ടിയിട്ട് പോന്നു. എൻ്റെ കൂടെ വാ ഗുൽഷ. ഹുറം ലിയോയെ നോക്കാനാവാതെ വിഷമിക്കുന്നു. ലിയോ അവരെ വരയ്ക്കുന്നു. ഇബ്രാഹിമും ഷേസാദും മുസ്തഫയും കൂടി അങ്ങോട്ട് വരുന്നു. സുലൈമാനെ കുമ്പിട്ടു. മുസ്തഫ, നീ ഇപ്പോൾ നല്ല വീരനായ യുവാവിനെ പോലെയുണ്ട്. നിന്റെ വീരശൂര പരാക്രമങ്ങൾ സൈനികർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് അവരെ അമ്പരപ്പിച്ചിട്ട് വാ. സുലൈമാൻ മുസ്തഫയുടെ അടുത്തേക്ക് എണീറ്റ് ചെല്ലുന്നു. ആ തക്കം നോക്കി ഹുറം ലിയോയുടെ അടുത്തേക്ക് ചെന്നു. ഹുറം, അയാൾ വിളിച്ചു. എന്നെ നോക്കരുത്. അവൾ നോക്കിയപ്പോൾ സുലൈമാനും ഇബ്രാഹിമും സംസാരത്തിലായിരുന്നു. ലിയോ, നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിന്നെയും അവർ കൊന്നുകളഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അലക്സ്, വർഷങ്ങളായി ഞാൻ നിന്നെ അന്വേഷിച്ച് അലയുകയായിരുന്നു. നീ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു. ലിയോ, നീ എന്നെപ്പറ്റി ആരോടെങ്കിലും സംസാരിച്ചോ? ഇല്ല, ആരോടും പറഞ്ഞില്ല. ആരോടും പറയണ്ട. അവൾ പതുക്കെ അവിടുന്ന് മാറുന്നു. നിഗാർ അവരെ ശ്രദ്ധിച്ചു. ഇബ്രാഹിമും മുസ്തഫയും അവിടുന്ന് പോകുന്നു. സുലൈമാൻ തിരിച്ചു വന്നിരുന്നു. നിഗാറിനെ കണ്ട ഇബ്രാഹിം അവളോട് ചോദിക്കുന്നു. ഹരത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പിന്നെ വളരെ നന്ദിയുണ്ട് പാഷ. അള്ളാഹു അങ്ങേ എപ്പോഴും ഞങ്ങളുടെ സംരക്ഷണത്തിനായി നിർത്തിയിട്ടുണ്ടല്ലോ. അത് കേട്ട ഇബ്രാഹിം അവളെ ഒന്ന് നോക്കിയിട്ട് തലയാട്ടി. എന്നിട്ട് പോകുന്നു. നിഗാർ അയാളെ കുമ്പിട്ടിട്ട് ചെറു പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു.
മാഹി ദേവരാൻ വാലിദ സുൽത്താനയുടെ ചേംബറിലെത്തി. വാലിദ സുൽത്താനയും ദായ ഖാത്തൂനും അവളെ ശ്രദ്ധിച്ചു. മാഹി ദേവരാൻ മടിച്ചു പറയുന്നു, വാലിദ, മുസ്തഫയ്ക്ക് ഖദീജ സുൽത്താനയുടെ ബാൽക്കണിയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാലിദ സുൽത്താന തലയാട്ടി. ഇപ്പോൾ ഖദീജ സുൽത്താന സ്വന്തം പാലസിലേക്ക് മാറിയിരിക്കുകയല്ലേ. വാലിദയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് ആ ചേംബർ വേണമെന്നുണ്ടായിരുന്നു. വാലിദ സുൽത്താന ദായ ഖാത്തൂനെ നോക്കി. അത് സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്, വാലിദ സുൽത്താന പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം വാലിദ, ഞാൻ ഇത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാലിദയെ ബുദ്ധിമുട്ടിച്ചു. വാലിദ സുൽത്താന ചിരിച്ചു. ദായേ, ഇപ്പോൾ ആ ചേംബറിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമുണ്ട് സുൽത്താന. അത് വേഗം ചെയ്തിട്ട് ആ റൂം മാഹി ദേവരാന് കൊടുത്തേക്ക്. മാഹി ദേവരാന് സന്തോഷമായി. താങ്ക് യു വാലിദ. അവൾ അവരുടെ കയ്യിൽ മുത്തം വെച്ചു. അവിടെ ചെന്ന് നോക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയൂ, അതുകൂടി ചെയ്തു തരാം. മാഹി ദേവരാൻ തലയാട്ടി. എന്നിട്ട് ദായ ഖാത്തൂനെ നോക്കുന്നു. അവരും ചിരിച്ചു. പട്ടാള ക്യാമ്പിൽ പരിശീലനങ്ങൾ നടക്കുകയായിരുന്നു. ഷേസാദ് മുസ്തഫയും ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷയും എഴുന്നള്ളുന്നു. അറിയിപ്പ് കേട്ട് എല്ലാവരും തലകുനിച്ചു നിന്നു. അവർ അങ്ങോട്ടെത്തി. പട്ടാള മേധാവി പറയുന്നു, ഞങ്ങൾ അങ്ങയുടെ ഉത്തരവിനായി കാത്തു നിൽക്കുകയാണ് പാഷ. ഷേസാദ് മുസ്തഫയ്ക്ക് ഇവിടുത്തെ പരിശീലനങ്ങളൊക്കെ കാണാനായാണ് ഞങ്ങൾ വന്നത്. സമയം പോലെ അവൻ്റെ പരിശീലനം തുടങ്ങണം. ഉത്തരവ് പോലെ പാഷ. ഷേസാദ്, അങ്ങേക്ക് പറ്റിയ വാൾ തിരഞ്ഞെടുത്ത് തരാം. മുസ്തഫ അവർക്ക് മുന്നിലേക്ക് ചെന്നു. അവരെ അഭിസംബോധന ചെയ്യുന്നു. ഷേസാദ് മുസ്തഫ നീണാൽ വാഴട്ടെ. അവർ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. രണ്ട് പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് വിസിയർ കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഹുറം സുലൈമാനോട് പറയുന്നു, ഇൻക്യാരം, സെലിം എന്നെ കാണാതെ കരയുന്നുണ്ടാവും. ഒന്ന് പോയി നോക്കട്ടെ. എനിക്കും അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് മതിയായി. ലിയോ, ഇന്നത്തേക്ക് ഇത് മതി. ബാക്കി മറ്റൊരു ദിവസം വരയ്ക്കാം. സുലൈമാൻ എണീറ്റു. അങ്ങനെ ആവട്ടെ ഇൻക്യാരം. മാത്രാച്ചി, ചിത്രം വരച്ച് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഒരു വട്ടം എന്നെ കാണിക്കണം. മാത്രാച്ചി ചിത്രത്തിലേക്ക് നോക്കി. അതിൽ ഹുറത്തെ മാത്രമേ വരച്ചിരുന്നുള്ളൂ. ഉത്തരവ് പോലെ സുൽത്താൻ, അങ്ങേക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും, മാത്രാച്ചി പറഞ്ഞു. ശരി. സുലൈമാൻ അവിടുന്ന് പോയി. ഹുറം ലിയോയെ ഒന്ന് നോക്കിയിട്ട് നിഗാറിൻ്റെ കൂടെ പോയി. ലിയോ അവളെ നോക്കി. ലിയോ, നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തു. പട്ടാള ക്യാമ്പിലെ അഭ്യാസങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ഇബ്രാഹിമും മുസ്തഫയും. ഞാൻ എപ്പോഴാണ് ഇതിൽ ചേരാൻ പോകുന്നത്? ഇവർ ബാദുഷയുടെ സേവകരാണ് ഷേസാദ്. ഒരിക്കൽ ഷേസാദ് ബാദുഷയാവുമ്പോൾ ഷേസാദാവും അവരുടെ ഏറ്റവും ഉയർന്ന നേതാവ്. നല്ലൊരു യോദ്ധാവാൻ നന്നായി വാൾപ്പയറ്റ് പഠിക്കണ്ടേ? മുസ്തഫ ചോദിച്ചു. നന്നായി വാൾപ്പയറ്റ് പഠിച്ചാൽ മാത്രം പോരാ. ഒരു യോദ്ധാവുന്നതിന് വേറെയും ഒരുപാട് ഗുണങ്ങൾ ആവശ്യമാണ്. അതെന്തൊക്കെയാണ് ഇബ്രാഹിം പാഷ? നല്ലൊരു യോദ്ധാവാൻ ഇബ്രാഹിം ഉറക്കെ പറയുന്നു. നുണ പറയരുത്, വിവാഹം കഴിക്കരുത്, പരദൂഷണം പറയരുത്, ആരോടും അസൂയപ്പെടരുത്. പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലുമെല്ലാം നിയന്ത്രണം ആവശ്യമാണ്. പാവപ്പെട്ടവരോടും വൃദ്ധരോടും അലിവോടെ പെരുമാറണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മുസ്തഫ പറഞ്ഞു. ഇതൊക്കെ തുടക്കം മാത്രമാണ് ഷേസാദ്. നല്ലൊരു യോദ്ധാവാൻ ജീവിതകാലം മുഴുവൻ കഠിന പ്രയത്നം ആവശ്യമാണ്. മുസ്തഫ തലയാട്ടി. ഇബ്രാഹിം സൈനിക തലവനോട് ചോദിക്കുന്നു, അങ്ങേക്ക് എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടോ മുസ്തഫ ആഗ? ഇവിടെ കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും പരാതി പറയാനും വേണ്ടി ഒന്നുമില്ല പാഷ. നല്ലത്. പക്ഷേ നമ്മുടെ സൈനികർ അസ്വസ്ഥരാണ്. അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനും യുദ്ധം ചെയ്ത് വിജയം നേടാനും ആഗ്രഹിക്കുന്നു. ഇബ്രാഹിം ആലോചിക്കുന്നു. എന്നിട്ട് പറയുന്നു, റോഡസ് യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് കഷ്ടിച്ച് 1 വർഷം ആവുന്നതേ ഉള്ളൂ. ഒരു വലിയ യുദ്ധം നടത്തണമെങ്കിൽ അതനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇബ്രാഹിം അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അയാൾ തല കുമ്പിട്ടു. ഇബ്രാഹിം മുസ്തഫയുടെ അടുത്തേക്ക് വന്നു നിന്നു. മാഹി ദേവരൻ സുംബുലാഗിയോട് പറയുന്നു, ആ ചേംബറിലുള്ള മുഴുവൻ സാധനങ്ങളും മാറ്റണം. എന്നിട്ട് ഏറ്റവും ഭംഗിയുള്ള കാർപ്പറ്റ് വിരിക്കണം. സോഫയ്ക്കും ബെഡിനും പുതിയ കവറിടാം. ഇപ്പോഴുള്ള ബെഡ് മാറ്റി വലിയ ബെഡ് ഇടണം. മഞ്ഞുകാലത്ത് തീ കായാനുള്ള ഫർണസ് ഒരെണ്ണം കൂടി വയ്ക്കണം. എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ചെയ്യാം സുൽത്താന. ഒട്ടും വിഷമിക്കണ്ട. എല്ലാം എപ്പോഴത്തേക്ക് റെഡിയാവും? ഏകദേശം 2 ആഴ്ച. അത്രയും സമയം എടുക്കാൻ പറ്റില്ല. പറ്റുന്നത്ര വേഗം ശരിയാക്കി തരാം സുൽത്താന. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ. എത്രയും പെട്ടെന്ന് ചെയ്തതാ. തീർച്ചയായും സുൽത്താന. നിഗാർ കാഫയ്ക്ക് തോൾവേദന എടുത്തിട്ട് ഒരു പെണ്ണ് തിരുമ്മി കൊടുക്കുന്നു. നല്ല ആശ്വാസമുണ്ട്, അവൾ പറഞ്ഞു. നിഗാർ കാഫ, സുംബുൽ വിളിച്ചു. എന്തു പറ്റി? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോവുകയായിരുന്നു. നീ ആരാ? ഇവിടുത്തെ സുൽത്താനയാണോ? എൻ്റെ തോൾ വേദന എടുത്തിട്ട് വയ്യ. ഞാനൊന്ന് തിരുമിച്ചതാണ്. തിരുമിച്ചത് മതി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുറ്റത്തേക്ക് വാ, സുംബുൽ പറഞ്ഞിട്ട് നടന്നു. നിഗാർ മനസ്സിലാ മനസ്സോടെ എണീറ്റ് പോയി. സുംബുൽ പറയുന്നു, എല്ലാ ജോലിയും എൻ്റെ തലയിൽ വെച്ചിട്ട് നീ അവിടെ മസാജ് ചെയ്ത് സുഖിക്കുകയാണോ? ഇതെല്ലാം അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി ഇപ്പോൾ എന്ത് സംഭവിച്ചു സുംബുലാക? സുംബുൽ അവളെ നോക്കി. വാലിദ സുൽത്താന ഖദീജ സുൽത്താനയുടെ വലിയ ചേംബർ മാഹി ദേവരാൻ സുൽത്താനയ്ക്ക് കൊടുത്തു. ഹുറം അവരുടെ സംസാരം കേൾക്കുന്നു. അത്യാവശ്യം നല്ലൊരു പണി തന്നെ കിട്ടിയിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ ചെയ്തത്? സുംബുൽ ചിരിക്കുന്നു. അത് ഞാൻ വാലിദ സുൽത്താനയോട് ചെന്ന് ചോദിച്ചിട്ട് നിന്നോട് പറയാം. നിഗാർ കാഫ ചോദിച്ചിട്ടാണെന്നും പറഞ്ഞേക്കാം.
നിഗാർ ഒന്നും മിണ്ടിയില്ല. ഹുറം ചിരിച്ചു. മാഹി ദേവരാൻ സുൽത്താന വാലിദ സുൽത്താനയോട് ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വാലിദ സുൽത്താന കൊടുത്തിട്ടുമുണ്ടാവും. ഹുറം ആലോചിക്കുന്നു. നീ അവിടെ ചെന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്ക്. ഈ രാത്രി ഞാൻ അങ്ങോട്ട് പോണില്ല. നാളെ രാവിലെ പൊക്കോളാം. എന്നാൽ ഷെക്കേറാഗിയുടെ അടുത്ത് ചെന്ന് എൻ്റെ ഫുഡ് റെഡിയായോ എന്ന് ചോദിക്കുക. എനിക്ക് വിശന്നിട്ട് വയ്യ, സുംബുൽ പറഞ്ഞു. ശരിക്കും വിശക്കുന്നുണ്ടോ? ചെല്ല് നിഗാർ. അവൾ പോകുന്നു. ഹുറം അവരെ കാണാതെ പതുക്കെ അവിടുന്ന് പോയി.